കിട്ടുന്നത് വാങ്ങിച്ചോളുക, അല്ലയോ? മാറിയില്ലെന്നൊക്കെ പറഞ്ഞ് എവിടെ പോലീസ് എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെയും സുരേഷ് എന്ന് പറയുന്നത് കിട്ടുന്ന വാങ്ങിച്ചോണം. GST ഇല്ലാത്ത ഒരു സാധനം ഇല്ലാതായി. ജീവന്റെ വിലയ്ക്ക് മാത്രമാണ് GST ഇല്ലാത്തത്. ബാക്കി എല്ലാത്തിനും കേന്ദ്ര സർക്കാർ GST ആണ്. മരിച്ചാൽ മാത്രം ടാക്സ് ഇല്ല. മരിക്കുന്നവർ കൂടെ ടാക്സ് ഏർപ്പെടുത്തിയാൽ എല്ലായി. കേന്ദ്ര ഗവൺമെന്റിന്റെ വയറ് നിറയും. ഒരാൾ മരിക്കുന്നതിന് 25% GST, ജനിക്കുന്നതിനും കൂടെ. കൊച്ചി ജനിച്ചാൽ 50%, അതിന്റെ ഒരു വാല്യൂ കണക്കാക്കി 25% GST. ഇനി അതിനെ വരാനുള്ളൂ, ബാക്കിയല്ല. ജനനത്തിനും മരണത്തിനും ഒഴിച്ച് എല്ലാത്തിനും. ഞാൻ അന്നും സ്വാഗതം ചെയ്തിട്ടില്ല, ഇന്നും സ്വാഗതം ചെയ്തിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റ് ഗുണമല്ലാതെ സംസ്ഥാന സർക്കാരിന് ഇത് യാതൊരു ഗുണമില്ലാത്ത കാര്യമാണ്. ഞാൻ അംഗീകരിച്ചാലും പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇത് ഈ കേന്ദ്രത്തിന്റെ ഒരു ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നതിനുള്ള ഒരു ഗൂഢാലോചന ഭാഗമാണ്. എല്ലാ പിടിയും സമ്പത്താണല്ലോ പിടി, എല്ലാ പിടിയും കേന്ദ്രത്തിൽ വയ്ക്കുകയും നമുക്ക് അർഹതപ്പെട്ടുപോലും തരാതിരിക്കുന്നത് ഒരു മര്യാദയാണ്. ആ ഒരു ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നതിന് ഒരു ഉപകാരം. ഇത് കേന്ദ്രീകൃതമാണ്. അമേരിക്കൻ പ്രസിഡന്റിനെ പോലെ സംസ്ഥാനങ്ങൾക്ക് അധികാരത്തിൽ കേന്ദ്രീകൃതമാകുന്ന ഒരു സംവിധാനം. എല്ലാം ഒരിടത്തേക്ക്, ഒരു വ്യക്തിയിലേക്ക്, ഒരു കസേരയിലേക്ക്, ഒരു ഗ്രൂപ്പിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്ന അപകടമാണ്. ഇന്ത്യ മഹാരാജ്യത്തിന് വളരെ ഒരു വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യത്തിന് ഇത് അപകടം. നമ്മുടെ ഫെഡറൽ സംവിധാനത്തെ ദോഷം ചെയ്തു. നമ്മൾ എന്താണ് ചെയ്തത്? കേരളത്തിലെ ഭരണം ഗ്രാമങ്ങളിലേക്ക് കൊടുത്തു. ജനകീയ ആസൂത്രണം, ത്രിതല പഞ്ചായത്ത് സംവിധാനം, പഞ്ചായത്തുകളിലേക്കും പഞ്ചായത്ത് മെമ്പർമാരിലേക്കും പഞ്ചായത്ത് പ്രസിഡന്റുമാരിലേക്കും അധികാരം കൈമാറുകയാണ് കേരളത്തിൽ. മറിച്ച് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് എല്ലാം അങ്ങോട്ട് പിടിക്കുക. ഒരുമിച്ച് ഇലക്ഷൻ എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് മനസ്സിലായി? ഒരുമിച്ച് ഇലക്ഷൻ എന്നൊക്കെ പറയുന്നത് ഒറ്റ പിടിക്കാൻ, തിരിച്ച് സംഭവിക്കാം. ഇന്ത്യയിലെ ജനങ്ങൾ ബുദ്ധിയില്ലാത്തവരല്ലോ. ഒരുമിച്ച് ഇലക്ഷനിൽ അവർ തോറ്റുവാൻ സാധ്യതയുണ്ട്. അത് ഒരുമിച്ച് ഇലക്ഷൻ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ഒരു കേന്ദ്രീകൃതമാണ്. ഒരു സ്ഥലത്തേക്ക് കേന്ദ്രീകരിക്കുക. ഒരു ജനാധിപത്യ രാജ്യത്തും അങ്ങനെ ഒരുമിച്ച് ഇലക്ഷൻ ഇല്ല. ഇവിടെ കണ്ടുവരുന്നത് വെച്ചാൽ ഇതിങ്ങനെ എന്താണ് ന്യായമെന്ന് ചോദിക്കരുത്. ഈ GST പോലെ ഒരു പാരയാണ്. സുരേഷ് ഗോപി ഒരു മാധ്യമപ്രവർത്തകനെ മൊഴിയിലേക്ക് വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അല്പസമയം മുമ്പ് ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ സംഭവം ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് അഭിപ്രായം പറയാൻ ശരിയല്ല. തെരഞ്ഞെടുപ്പ് ഞാൻ അഭിപ്രായം പറഞ്ഞു, അവിടെ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പൊ അഭിപ്രായം പറഞ്ഞാൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ കാര്യം അദ്ദേഹത്തോട് ചോദിക്കണം. എന്റെ കൂടെ അഭിനയിച്ചിരുന്ന കാലത്ത് എനിക്കറിയാം, ഒരു സുഹൃത്താണ്, എൻ്റെ നല്ല സുഹൃത്താണ്. ഇപ്പോഴും വിരോധമൊന്നുമില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ ഓരോരുത്തർക്കും ഓരോ ശൈലിയാണ്. നമുക്കതിൽ നിങ്ങളാണ് പറയേണ്ടത്. ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. പിന്നെയും സുരേഷ് ഏട്ടാന്ന് ചോദിച്ച് കുറെ പോയാൽ കിട്ടുന്നത് വാങ്ങിച്ചോളുക, അല്ലയോ? മാറിയില്ലെന്നൊക്കെ പറഞ്ഞ് എവിടെ പോലീസ് എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെയും സുരേഷ് എന്ന് പറയുന്നത് കിട്ടുന്നത് വാങ്ങിച്ചോണം. നമുക്കതിനകത്തൊന്നും പറയാനില്ല. പിന്നെ സംസാരിക്കുന്നത് ഞാൻ ഈ വഖഫിനെ കുറിച്ചൊക്കെയുള്ള സംഭാഷണം നമ്മളൊക്കെ ജനിക്കുന്ന മുമ്പേ നമ്മുടെ രാജ്യത്തുള്ളതും ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊന്നും ആവശ്യമില്ലാത്ത അഭിപ്രായം പറയാതിരിക്കുകയും ജനങ്ങളുടെ ഇടയിൽ ഞങ്ങൾ LDF ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിഷയം. കഴിഞ്ഞ ദിവസങ്ങളിൽ ജനങ്ങളുടെ മുമ്പിൽ ഈ അടുത്ത ദിവസം ഇന്നലെയൊക്കെ മതസൗഹാർദ്ദം തകർക്കുന്ന തരത്തിലുള്ള മതസ്പർദ്ധ ഉണർത്തുന്നതിനുള്ള ചില ലഘുലേഖകളും ചില പ്രസംഗങ്ങളും അത് നമ്മുടെ പൊതു ജനങ്ങളുടെ ഇടയിൽ മനസ്സിലാക്കണം. കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. മതേതരത്വമാണ് നമ്മുടെ മുഖ്യമന്ത്രി. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്ത് മതേതരത്വം ഒരിക്കലും നശിക്കാത്ത ഒരു സ്ഥലം കേരളം മാത്രം. മതേതരത്വം നശിച്ചിട്ടില്ല. ദളിതരോടുള്ള ക്രൂരത ഏറ്റവും ഇല്ല എന്ന് പറയാവുന്ന ഒരു സ്ഥലം കേരളം. വടക്കേ ഇന്ത്യയിലൊക്കെ ഇപ്പോഴും ദളിതരോടുള്ള ക്രൂരത തുടരുകയാണ്. പക്ഷെ അത്രയും പുരോഗമിച്ച കേരളത്തിൽ ഈ അടുത്ത കാലത്തായി ശ്രീനാരായണ ഗുരുദേവന്റെയൊക്കെ വാക്കുകൾ ലംഘിച്ചുകൊണ്ട് വർഗീയത പറയുന്ന ഒരു ഫാഷനായിട്ട് മാറിയിട്ടുണ്ട്. നിർത്തുന്നതാണ് എല്ലാവർക്കും നല്ലത്. നമ്മുടെ തന്നെ ബെൽറ്റ് ബോംബ് വയ്ക്കുന്ന ഒരു സംഭവമാണ്. അത് ചെയ്യരുത്. നമ്മൾ തന്നെ ബെൽറ്റ് ബോംബ് ധരിക്കുന്ന പോലെയാണ്. അത് ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാ മതങ്ങൾക്കും എല്ലാ വിശ്വാസങ്ങൾക്കും അതിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. അത് അംഗീകരിക്കുന്ന ഒരു ഭരണഘടനയാണ് ഇന്ത്യയിലുള്ളത്. ചില ആളുകളുടെ അഭിപ്രായപ്പെടണം ഈ അടുത്ത കാലത്ത്. ആരാണെന്ന് ഞാൻ പറയുന്നില്ല, അത് നല്ല രീതിയല്ല. പിന്നെ ഇന്നലെ ഒരു ലഘുലേഖ വിധാനം, അതൊക്കെ വളരെ അപകടകരമാണ്. എന്ന് നമ്മൾ നിരുത്സാഹപ്പെടുത്തുകയും അത്തരം കുറ്റങ്ങൾ ചെയ്യുന്നവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് നടപടിയെടുക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് കേരളത്തിൽ എന്നുമുള്ള ഒരു മഹത്വം എന്ന് പറയുന്നത് നമ്മുടെ മതേതരത്വം. മറ്റ് പല സംസ്ഥാനങ്ങളിലും വർഗീയ ശക്തികൾക്ക് അധികാരത്തിൽ വരാൻ കഴിയും. കേരളത്തിൽ അത് കഴിയാത്തത് നമ്മുടെ മതേതരത്വം. അത് നശിപ്പിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ആരുടെ ഭാഗത്തൊന്നും നല്ലതല്ല. അത് നമ്മുടെ മാധ്യമങ്ങളും സർക്കാരും പോലീസും എല്ലാവരും കൂടി അന്വേഷിക്കണം. യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കും. അത് ചെറിയ കുറ്റമല്ല, വലിയ കുറ്റം തന്നെ.